Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാതെ മാസങ്ങളോളം സൂക്ഷിക്കുന്നതായി പരാതി. ബന്ധുക്കളെ കണ്ടെത്താനാകാത്തതിനാലാണ് മൃതദേഹങ്ങൾ മാസങ്ങളായി മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടതായി വരുന്നത്. ബന്ധുക്കളെ കണ്ടെത്താനാകാത്തതിനാൽ മാസങ്ങളായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ 4 മൃതദേഹങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ കൈമാറുന്നതിനും സംസ്കരിക്കുന്നതിനുമുള്ള നടപടികൾ പൂർത്തിയാകാത്തതിനെ തുടർന്ന് പുതുതായി എത്തുന്ന മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാത്ത സാഹചര്യമാണ്. ചില മൃതദേഹങ്ങൾ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട അവസ്ഥയിലാണെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. 5 മൃതദേഹങ്ങൾ ഉണ്ടായതിൽ പോലീസ് വിട്ടുനൽകിയ ഒരു മൃതദേഹം പരിയാരം CH സെന്റർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കുളപ്പുറം ശ്മശാനത്തിൽ സംസ്കരിച്ചു. ശേഷിക്കുന്ന മൃതദേഹങ്ങളുടെ സംസ്കാരവും എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. എത്രയും വേഗം അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വിവിധ പരിപാടികൾ. കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ പരിപാടിയായ തൂഫാന്റെ ഭാഗമായി പയ്യന്നൂരിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന പരിപാടി MLA V. കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ പരിപാടിയായ തൂഫാന്റെ ഭാഗമായി പയ്യന്നൂരിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പോലീസിന്റെയും പയ്യന്നൂരിലെ വിവിധ കലാ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുടെയും SPC NSS യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെരുമ്പ ലത്തീഫിയ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച വാക്കത്തോണിൽ പയ്യന്നൂരിലെ ജനപ്രതിനിധികളും കലാ സാംസ്കാരിക പ്രവർത്തകരും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ച ലഹരിവിരുദ്ധ റാലിയുടെ സമാപന ചടങ്ങ് V. കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിനെല്ലാം എതിരായിട്ടുള്ള ക്യാമ്പയിനാണ് കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ലഹരി കളിപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിമുക്തി പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാണ് എന്നത് നാം പരിശോധിക്കേണ്ടതാണ്. ഇന്നലെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞത്, ഈ വിമുക്തി ഉള്ള ആശുപത്രികളിൽ അതിനാവശ്യമായ ഡോക്ടർമാരില്ല എന്നതാണ്. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉമേഷ് ഗോയൽ IPS ലഹരിവിരുദ്ധ സന്ദേശം നൽകി. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് ബാഹുൽ രമേശ്, സിനിമാ താരം സിനി അബ്രഹാം എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ജയരാജ് NR, നഗരസഭാ കൗൺസിലർമാരായ VKP ഇസ്മയിൽ, ദിനൂബ്, ശ്രീജ, പയ്യന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ വൈശാഖ് N, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജ്യോതി PM, പയ്യന്നൂർ AEO അബ്ദുൽ ബഷീർ MA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ചു നടത്തിയ പോസ്റ്റർ രചന, റീൽസ്, പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. പയ്യന്നൂർ DYSP ഷൈജു PL നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM മാടായി ഏരിയ സെക്രട്ടറിയായി M. ശ്രീധരനെ തിരഞ്ഞെടുത്തു.
നേരത്തെ ഏരിയ സെക്രട്ടറിയായിരുന്ന വി വിനോദ് അന്തരിച്ചതിനെ തുടർന്നാണ് ഇന്ന് ചേർന്ന മാടായി ഏരിയ കമ്മിറ്റി യോഗത്തിൽ പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്. CPIM മാടായി ഏരിയ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി M. ശ്രീധരനെ തിരഞ്ഞെടുത്തു. നേരത്തെ ഏരിയ സെക്രട്ടറിയായിരുന്ന വി വിനോദ് അസുഖത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അന്തരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്. ദേശാഭിമാനി ബാലസംഘത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് കടന്നുവന്ന M. ശ്രീധരൻ നേരത്തെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമുൾപ്പെടെ വഹിച്ചിട്ടുള്ള ആളാണ്. മാടായി ഏരിയയിൽ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാടായി ഏരിയ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി ഇപ്പോൾ പാർട്ടി ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മാടായി ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സഖാവ് വിനോദ് അകാലത്തിലാണ് നമ്മൾ വിട്ടുപിരിഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ എന്നെ ചുമതല ഏറ്റെടുപ്പിച്ചിട്ടുള്ളത്. മാടായി ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത് മഹാന്മാരായിട്ടുള്ള നിരവധി നേതാക്കൾ നയിച്ചിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റിയാണ്. MP നാരായണ നമ്പ്യാർ, KPR ആരപ്പൻ, അതുപോലെ തന്നെ OV നാരായണാട്ടൻ, PP ദാമോദരൻ, IV ശിവരാമൻ, PK നാരായണ മാഷ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായ നേതാക്കൾ നയിച്ച പാരമ്പര്യമുള്ള ഒരു ഏരിയ കമ്മിറ്റിയാണ് മാടായി ഏരിയ കമ്മിറ്റി. ആ ഏരിയ കമ്മിറ്റിയാണ് പുതിയ ഉത്തരവാദിത്വം എന്നിൽ പുതിയ നിക്ഷിപ്തമായിട്ടുള്ളത്. പാർട്ടി നയത്തിനനുസരിച്ച് പുതിയ കാലഘട്ടത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ ചുമതല. ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. CPIM മാടായി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചേർന്ന യോഗത്തിലാണ് M. ശ്രീധരനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, M. വിജിൻ MLA, N. സുകന്യ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി OPയിൽ രാത്രിയിലെത്തിയ 10 വയസ്സുകാരിക്ക് താൽക്കാലിക ജീവനക്കാരൻ ടോക്കൺ നൽകാതെ ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ ആശുപത്രി പരിസരത്തേക്ക് മാർച്ചും ധർണയും നടത്തി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച മുൻപാണ് പരാതിക്കാധാരമായ സംഭവമുണ്ടായത്. രാത്രി 10:55 ശ്വാസതടസ്സവും കടുത്ത പനിയുമായി 10 വയസ്സുകാരിയും മാതാവും രാത്രികാല OPയിലെത്തിയെങ്കിലും കൗണ്ടറിൽ ചുമതലയുണ്ടായ താൽക്കാലിക ജീവനക്കാരൻ ടോക്കൺ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് മെഡിക്കൽ ഓഫീസർക്കും DMOയ്ക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർക്കും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നെങ്കിലും പരസ്യ പ്രതിഷേധവുമായി UDF ആണ് രംഗത്തിറങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ തങ്കയമുക്കിൽ നിന്നുമാണ് UDF പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 12 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന 179 ദിവസത്തേക്കാണ് ഒരു താൽക്കാലിക ജീവനക്കാരുടെ നിയമനം. ആ 179 ദിവസം അട്ടിമറിച്ചുകൊണ്ട് 10-12 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളാണ് എന്ന ഒറ്റ ക്വാളിഫിക്കേഷനിലാണ് നിങ്ങളിവിടെ വിലസുന്നത്. ഇനി അധികകാലം നിങ്ങൾക്ക് ഇത്തോതിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഞാൻ DMOയോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിട്ടില്ല. S. കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, VM. ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. DCC ജനറൽ സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി VV അബ്ദുള്ള തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. പ്രതിഷേധ മാർച്ചിലും ധർണയിലും സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി UDF പ്രവർത്തകർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വാ നടക്കാം സമൂഹ നടത്തം സംഘടിപ്പിച്ചു. പാടിയോട്ടുചാലിൽ നിന്നും ആരംഭിച്ച സമൂഹ നടത്തം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സമാപിച്ചു. പയ്യന്നൂർ മേഖലാ കമ്മിറ്റി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് വ്യായാമമാണ് ലഹരി എന്ന ശക്തമായ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് AKPA പയ്യന്നൂർ മേഖലാ കമ്മിറ്റി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ലഹരി വിമുക്ത ആരോഗ്യ സമൂഹം എന്ന മുദ്രാവാക്യമുയർത്തി വാ നടക്കാം സമൂഹ നടത്തം സംഘടിപ്പിച്ചു. പുലർച്ചെ 4 മണിക്ക് AKPA മേഖലാ പ്രസിഡന്റ് സജി ചുണ്ടയുടെ അധ്യക്ഷതയിൽ പാടിയോട്ടുചാലിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് സമൂഹ നടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു.
യാത്രയിൽ വിവിധ സംഘടനകൾ, ക്ലബ്ബുകൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ അനുഗമിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് പരിപാടി ഗാന്ധി പാർക്കിൽ എത്തിച്ചേർന്നു. കെ ജോയ്, സജി ചുണ്ട, പ്രമോദ് ലയ, കുഞ്ഞികൃഷ്ണൻ ഇ എം, KV ഷിജു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. GITE മാതമംഗലം വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. MLA V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാതമംഗലം GITEയിലെ മുഴുവൻ 2ാം വർഷ വിദ്യാർത്ഥികളും കേട്ടറ്റ് യോഗ്യത നേടിയ നേട്ടം ആഘോഷിക്കുന്നതിനും വിജയികളെ അനുമോദിക്കുന്നതിനുമായി സംഘടിപ്പിച്ച വിജയോത്സവം V കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രാദേശികമായി വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ടും ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ ഇത്തരത്തിലുള്ള അനുമോദന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുമോദനമാണ് ഇവിടെ നടക്കുന്നത്. അധ്യാപക വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അധ്യാപകരാകാനുള്ള യോഗ്യതാ പരീക്ഷ മുൻകൂട്ടി തന്നെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും ആ പരീക്ഷ വിജയിച്ചു എന്നത് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ വിനോദ് കുമാർ KV, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുധാമണി K, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു PV, PTA പ്രസിഡന്റ് അബ്ദുൽ സമദ് P, സ്റ്റാഫ് സെക്രട്ടറി അജേഷ് VV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ബ്ലോക്ക് അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് അഗ്രികൾച്ചറിസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. വിമർശനങ്ങളുടെ ഒരു തീരുമാനക്കാലം എന്ന് പറയുന്നത് അതുപോലെയുള്ള അവസ്ഥയായിരുന്നു. ലോകകപ്പിൽ ആദ്യ കളി പോർച്ചുഗൽ കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ കളിയിൽ അദ്ദേഹം 2 ഗോളും നേടി. അതിമനോഹരമായിട്ടൊരു ഫ്രീ കിക്ക് നിങ്ങളെല്ലാവരും ഇന്നലെ 10 മണി കാണാൻ കളികളോട് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PP ഗോവിന്ദൻ അധ്യക്ഷനായി. +2 സയൻസ് വിഭാഗത്തിൽ 1200-ൽ 1200 മാർക്കും നേടിയ അഭിനന്ദ T, ദേവദർശ് P എന്നിവരെയും ഹ്യൂമാനിറ്റീസിൽ 1200-ൽ 1200 മാർക്കും നേടിയ അമയ സുരേഷ് P എന്നിവരെയുമാണ് മുൻ MLA TI മധുസൂദനൻ ഉപഹാരം നൽകി അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ, K ഉഷ, AK ഗിരീഷ് കുമാർ, VV പ്രദീപൻ, K രവി മാസ്റ്റർ, രവീന്ദ്രൻ കല്ലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവേളൂർ. ഒളിമ്പിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ കായികവേദി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ ക്ഷീര ടവറിൽ പഴയകാല കായിക താരങ്ങളെയും പൂരക്കളി, കോൽക്കളി അവാർഡ് ജേതാക്കളെയും ആദരിച്ചു. V കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല ആരോഗ്യത്തോടുകൂടി സമൂഹത്തിൽ നിലനിൽക്കാൻ, ജീവിക്കാൻ, പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഈ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. കായിക പ്രവർത്തനങ്ങളിലൂടെ ശാരീരികമായ മാത്രമല്ല മാനസികമായുള്ള ഉല്ലാസവും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ ശക്തമായ നയപരിപാടികൾ ഉണ്ടാകണമെന്ന് V കുഞ്ഞികൃഷ്ണൻ MLA ആവശ്യപ്പെട്ടു. ഒളിമ്പിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ കായികവേദി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ ക്ഷീര ടവറിൽ സംഘടിപ്പിച്ച പഴയകാല കായിക താരങ്ങളെയും
പൂരക്കളി, കോൽക്കളി അവാർഡ് ജേതാക്കളെയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാർവദേശീയ രംഗത്ത് കായിക മത്സരങ്ങളിൽ നമ്മൾ വളരെ പിറകിലാണ്. കായിക മേഖലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാൻ രാജ്യത്തിന് സാധിക്കുന്നില്ല. അധികാരത്തിനൊപ്പം രാഷ്ട്രീയ നേതൃത്വങ്ങൾ കായിക മേഖലയും കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. കായികവേദി മണ്ഡലം പ്രസിഡന്റ് കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ MK രാജൻ, VC നാരായണൻ, കായികവേദി സംസ്ഥാന സെക്രട്ടറി TV അരുണാചലം, ജില്ലാ പ്രസിഡന്റ് R വേണു, സെക്രട്ടറി KP മോഹനൻ, നഗരസഭാ കൗൺസിലർ C വൈശാഖ്, EV രതീഷ് ബാബു, KT ഹരീഷ്, അനൂപ് കണ്ണോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ജൂലൈ 29-ന് തിരുവനന്തപുരത്ത് ഖാദി കമ്മീഷൻ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. MMDA വിതരണത്തിലെ ക്രമക്കേട് പരിഹരിക്കുക, ഇൻകം സപ്പോർട്ട് സ്കീമിൽ വെട്ടിക്കുറച്ച തുക പുനഃസ്ഥാപിക്കുക, കൂലിക്കുടിശ്ശിക തീർത്ത് നൽകുക, ഉത്സവ ബത്ത 2500 രൂപയായി വർദ്ധിപ്പിച്ച് ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ജൂലൈ 29-ന് തിരുവനന്തപുരത്ത് ഖാദി കമ്മീഷൻ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഖാദി ഉൾപ്പെടെയുള്ള പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്കായുള്ള ഇൻകം സപ്പോർട്ട് സ്കീമിൽ UDF ഗവൺമെന്റ് പുതുക്കിയ ബജറ്റിൽ 7 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. തൊഴിലാളികളുടെ വേതനം 8 മാസത്തെ കുടിശ്ശികയാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ഖാദിക്ക് നൽകി വന്നിരുന്ന വിൽപ്പന റിബേറ്റ് നിർത്തലാക്കിയതിനെ തുടർന്ന് ഖാദി കമ്മീഷൻ മുഖേന നൽകി വന്നിരുന്ന MMDA ഖാദി സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കും ആശ്വാസകരമായിരുന്നു. MMDA വിതരണം കൃത്യമായി നടക്കുന്നില്ലെന്നും ചില സ്ഥാപനങ്ങളിൽ ഇത് 12 മാസത്തോളമായി കുടിശ്ശികയാണെന്നും ഇതെല്ലാം സംസ്ഥാനത്ത് 15,000-ഓളം തൊഴിലാളികളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നും ഈ കാര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നിശ്ചയിച്ച പ്രക്ഷോഭ പരിപാടികൾ വിജയിപ്പിക്കണമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണപുരം ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി കൂട്ടയോട്ടവും തൂഫാൻ ഗോൾ മത്സരവും സംഘടിപ്പിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് കൊവ്വപ്പുറത്ത് നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കണ്ണപുരം ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥർ, കായിക താരങ്ങൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ അവയർനെസ്സിലൂടെ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഏതൊരു സാധനത്തിനും ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സപ്ലൈ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഡിമാൻഡ് ഇല്ലാതാക്കാൻ, ലഹരിയുടെ ഉപയോക്താക്കൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള വളരെ വ്യാപകമായ ക്യാമ്പയിനുകൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. KV രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. അഖിൽ VP, PP സുനിൽകുമാർ, PV സിജു, M രജനീഷ്, K അഭിജിത്ത്, ശരത് ബാബു, KP സെറീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തൂഫാൻ ഗോൾ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയികൾക്ക് കണ്ണപുരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രഞ്ജിത്ത് രവീന്ദ്രൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ കൈമാറിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുതിയ തലമുറയിലെ ചിത്രകാരന്മാരും സാഹിത്യരചയിതാക്കളും നന്മയിലൂന്നിയ ചിന്തകളാകണം സമൂഹവുമായി പങ്കുവെക്കേണ്ടതെന്ന് പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് മദനൻ അഭിപ്രായപ്പെട്ടു. ചിത്രകാരനും കലാരംഗത്തുമുൾപ്പെടെ പ്രമുഖനുമായ തൃക്കരിപ്പൂർ തങ്കയത്തെ ഗോവിന്ദൻ ദീപ്തിയുടെ നേർവര പുസ്തക പ്രകാശനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ വരയുടെ പൂർണ്ണത പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ലോകത്തിന്റെ അനന്തതയിലേക്ക് നീണ്ട ചരിത്രമാണ് ഗോവിന്ദൻ ദീപ്തിയുടെ വരകൾക്കും വരികൾക്കുമുള്ളതെന്നും ആർട്ടിസ്റ്റ് മദനൻ പറഞ്ഞു. കേരളത്തിന് വെളിയിലും ഇന്ത്യയുടെ പല ഭാഗത്തും ജില്ലയ്ക്ക് വെളിയിലൊക്കെ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് യാത്രകളും വരകളുമാണ്.
വെറുതെ പോയി ഇങ്ങനെ യാത്രയ്ക്ക് വണ്ടിക്ക് ബസ്സിന് പോയി രാത്രി ഒന്ന് തിരിച്ചു വരുന്ന രീതിയിലല്ല എൻ്റെ ഓരോ കാൽവെപ്പുകൾ. ഞാൻ പോകുന്നത് കണ്ണും കാതും തുറന്ന് കാറ്റും വെളിച്ചം എൻ്റെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന തരത്തിൽ. തങ്കയം നവജീവൻ ക്ലബ്ബ്, ഗ്രന്ഥാലയം, വനിതാവേദി എന്നിവ സംയുക്തമായി തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രമുഖ പുല്ലാങ്കുഴൽ വാദകൻ ജോൺസൺ പുഞ്ചക്കാട് ഒരുക്കിയ സംഗീതത്തിന്റെ അകമ്പടിയിൽ ആർട്ടിസ്റ്റ് മദനൻ ചിത്രം വരച്ചാണ് പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി.പി. ഭാസ്കര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ചിത്രകാരൻ എ.ബി.എൻ. ജോസഫ് പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യ നിരൂപകൻ ഇ.പി. രാജഗോപാലൻ പുസ്തക പരിചയം നടത്തി. ചലച്ചിത്ര നടന്മാരായ പി.പി. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഉണ്ണിരാജ് ചെറുവത്തൂർ, നവജീവൻ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഇ. രാജേന്ദ്രൻ, പി.പി.കെ. പൊതുവാൾ, രാജ്മോഹൻ നീലേശ്വരം, ഡോക്ടർ വി.പി.പി. മുസ്തഫ, പി.വി. ദിനേശൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ എ.വി. സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനയും സിനിമയും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദ പരിപാടി പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ എ.വി. സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനയും സിനിമയും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ കുട്ടികളുമായി സംവദിച്ചു. ഞാൻ വേറൊന്നും അക്കാഡമിക്കൊന്നുമില്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ടോ പിന്നെ ക്ലാസ്സിന് പോയിട്ടോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ കുട്ടികളെ നമുക്ക് അറിഞ്ഞിട്ടൊന്നുമില്ല. പഠിപ്പിച്ചൊക്കെ സ്റ്റേറ്റിൽ ഒരുപാട് തവണ 20 വർഷം തുടർച്ചയായിട്ട് സ്റ്റേറ്റ് യൂത്ത് സമ്മാനം പഠിച്ച ഒരാളാണ്. കുട്ടികളോടൊപ്പം +2 20 വർഷം. ആ ടീച്ചറൊക്കെ ഞാൻ പഠിച്ചൊക്കെ അറിയാം. അവരുടെ കൂടെ സ്റ്റേറ്റ് പോയതാ സ്റ്റേറ്റ് ടീച്ചർ കുറേ വർഷം. പി.ടി.എ. പ്രസിഡന്റ് കെ. പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ എം. രഞ്ജിത്ത് ഉപഹാര സമർപ്പണം നടത്തി. ഹെഡ് മാസ്റ്റർ ലക്ഷ്മണൻ എം, ഡോക്ടർ ജയപ്രഭ, SMC ചെയർമാൻ രാജൻ TV, പ്രീത KV, അശോകൻ N, ഡോക്ടർ ശ്രീജ കോറോത്ത്, E.P. അജയ്കുമാർ, V.V. മധുസൂദനൻ, ദിൽന രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാങ്കോൽ യൂണിറ്റ് ജനറൽ ബോഡിയും അനുമോദനവും കാങ്കോൽ ടൗൺ സ്ക്വയറിൽ നടന്നു. അഡ്വക്കേറ്റ് പ്രസന്ന മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാങ്കോൽ യൂണിറ്റ് ജനറൽ ബോഡിയും അനുമോദനവും കാങ്കോൽ ടൗൺ സ്ക്വയറിൽ നടന്നു. അഡ്വക്കേറ്റ് പ്രസന്ന മണികണ്ഠൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ചടങ്ങിൽ CK ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷനായി. P. രവീന്ദ്രൻ മാസ്റ്റർ വിശദീകരണ ഭാഷണം നടത്തി. AK രാജഗോപാലൻ മാസ്റ്റർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. SSLC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ കുട്ടികളെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് മെമ്പർമാരും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുജന നന്മയ്ക്കായി ലോക ലഹരിവിരുദ്ധ ദിനമായ ജൂൺ 26-ന് ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന റീൽസ് പുറത്തിറക്കി. എരമംകുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ റീൽസ് അപ്ലോഡിംഗിന്റെ ഔപചാരിക ഉദ്ഘാടനം FHCയിലെ ഡോക്ടർ P. കൃഷ്ണമായ നിർവഹിച്ചു. ചടങ്ങിൽ മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജിൻസ് TM അധ്യക്ഷത വഹിച്ചു. AKPA മാടായി മേഖലാ പ്രസിഡന്റ് വിനോദ് C, വൈസ് പ്രസിഡന്റ് ഷനോജ് മേലേടത്ത്, PRO നിതീഷ് കല്ലിങ്കൽ, ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർമാരായ സൗമ്യ K, അനു സെബാസ്റ്റ്യൻ, ജീവനക്കാരായ വിപിൻ EV, യശോദ TV, ലാബ് ടെക്നീഷ്യൻ ദിൽന M, മാതമംഗലം യൂണിറ്റ് സെക്രട്ടറി രജീഷ് ചന്ദ്രൻ എന്നിവരും റീൽസിലെ അഭിനേതാക്കളായ AKPA അംഗങ്ങളായ പ്രേം ഐസക്, നവീൻ R എന്നിവരും സംബന്ധിച്ചു.
ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തുചേർന്നിരിക്കുന്നത്. ലഹരി എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ മാത്രമല്ല, വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെയും സമൂഹത്തിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പിയർ പ്രഷർ കാരണം, അതായത് കൂട്ടുകാരുടെ ഒരു സമ്മർദ്ദമൊക്കെ കാരണമാണ് ആൾക്കാർ ഇതിനെ തുടങ്ങുന്നത്. പക്ഷെ അത് അവരുടെ ആരോഗ്യത്തിനെയും കുടുംബത്തിനെയും ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. സോ നമ്മൾ ലഹരിയോട് നോ പറയാൻ നമ്മുടെ യുവതലമുറ പഠിക്കണം. അതിനെതിരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് എല്ലാവരുടെയും പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ക്വിസ് പ്രോഗ്രാമും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അനസൂയ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന പദ്ധതിയുടെ ഭാഗമായി മാത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ക്വിസ് പ്രോഗ്രാമും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനവും ക്വിസ് പ്രോഗ്രാം വിജയികളായ പി അനാമിക, കൃഷ്ണവൃന്ദ എസ് നമ്പ്യാർ, ദേവജ് എം വി എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അനസൂയ നിർവഹിച്ചു. കുട്ടികൾക്കുള്ള സമ്മാന സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം. ഇതൊരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി വളരെ വിശദമായ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് വീട്ടിൽ നിന്നും ആരെയും ക്ലാസ് എടുത്ത് തരുമല്ലേ സ്കൂളിൽ പോകുമ്പോൾ. സ്കൂൾ പ്രഥമാധ്യാപിക സുലേഖ പി ചടങ്ങിൽ അധ്യക്ഷയായി. കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ വി മഹേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജയപ്രകാശ് കെ ടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ അധ്യാപകരായ ജോസ്ലിൻ ജോസഫ്, സിന്ധുമോൾ കെ എസ്, RBSK നഴ്സ് കെ എസ് നാസില, MLSP ഷിജിന പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കിഡ്സ് അത്ലറ്റിക് പരിശീലനത്തിന് തുടക്കമായി. കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടി ജനകീയ ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ കിഡ്സ് അത്ലറ്റിക് പരിശീലനത്തിന് തുടക്കമായി. 4 മുതൽ 12 വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കിഡ്സ് അത്ലറ്റിക്സിൽ പരിശീലനം നേടാം. വേൾഡ് അത്ലറ്റിക് വിഭാവനം ചെയ്ത പുതിയ പദ്ധതിയാണിത്. ചെറിയ കുട്ടികളുടെ അടിസ്ഥാന കായിക ശേഷികൾ വർദ്ധിപ്പിച്ച് കളികളിലൂടെ മാനസികമായും കായികമായും കരുത്തു നേടി കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 80 കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. ഇത് മലയാളത്തിൽ ശരിക്കും പറഞ്ഞിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കണ്ടെത്തുക, എന്നിട്ട് അവരുടെ കായിക ശേഷിയും കായികമായ കഴിവും കണ്ടെത്തിയിട്ട് അതിൻ്റെ നല്ല ട്രെയിനേഴ്സ് പരിശീലനം കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിയുടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അഡ്വക്കേറ്റ് PP സിദിൻ ചടങ്ങിൽ അധ്യക്ഷനായി. P രാധാകൃഷ്ണൻ, C ചന്ദ്രൻ, PV ഗോപി, K അഖിൽ, TK രവീന്ദ്രൻ, PV രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. A കരുണാകരൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കൂട്ടായ്മ ഫിഷ് മാർട്ട് AH പ്രൊഡ്യൂസർ ഗ്രൂപ്പ് രാമന്തളി വടക്കുംപാട് പ്രവർത്തനം ആരംഭിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കൂട്ടായ്മ ഫിഷ് മാർട്ട് AH പ്രൊഡ്യൂസർ ഗ്രൂപ്പ് രാമന്തളി വടക്കുംപാട് റൂറൽ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. CDS ചെയർപേഴ്സൺ സുമ NP, പഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീ CDS ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയിലെ 1ഉം 2ഉം വാർഡുകളിലെ കിഴക്കുംപാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന ആഫ്രിക്കൻ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വെള്ളൂർ ജനകീയ കലാസമിതി പരിസരത്തും കുടക്കത്ത് ക്ഷേത്ര പരിസരത്തും ആഫ്രിക്കൻ ഒച്ച് നിർമ്മാർജ്ജന പ്രവർത്തനം നടത്തി. വ്യക്തികൾ സ്വന്തം വീടുകളുടെയും പരിസരങ്ങളുടെയും ശുചീകരണത്തോടൊപ്പം
പൊതുസ്ഥലങ്ങൾ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ഒച്ചമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. വെള്ളൂർ ജനകീയ കലാസമിതി പരിസരത്തും കുടക്കത്ത് ക്ഷേത്ര പരിസരത്തും വാർഡ് കൗൺസിലർ സി ചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ ഒച്ച നിർമ്മാർജ്ജന പ്രവർത്തനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.